കർത്താവിനെ പാടി സ്തുതിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അപ്പോൾ തന്നെ ഈ യൂത്ത് മീറ്റിങ്ങിൻ്റെ ലിങ്ക് നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസായും നിങ്ങൾ ഫേസ്ബുക്കിലുമൊക്കെ അതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് അത് കാണട്ടെ, അത് അവർക്കും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ ഒരു നിമിഷം എല്ലാവരും അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങുമോ? ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിന് നന്ദി പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കം ഓൺ, എല്ലാവരും ഒന്ന് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കുറച്ച് സമയങ്ങൾ നമുക്ക് എല്ലാം ഒന്ന് മറന്ന് നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്കൊന്നായിരിക്കാം. കോരഹപുത്രന്മാർ പറയുന്നത് പോലെ, യഹോവേ, നിന്റെ പ്രാകാരങ്ങളിലായിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമാണ്. അങ്ങനെയെങ്കിൽ ഇറ്റ്സ് ഗുഡ് ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത് നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ്. ഇതുപോലെ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന, നമുക്ക് സന്തോഷം കിട്ടുന്ന മറ്റൊരിടം ഈ ലോകത്തിലില്ല. കമോൺ, ഓരോ ദിവസങ്ങൾ ചെല്ലുന്തോറും ആ സത്യം ഓരോരുത്തർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ആ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ നമുക്കും ഇന്ന് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചത്. അങ്ങനെയെങ്കിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ അല്പസമയം ഒന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ, ആമേൻ. We praise you, we praise you, we praise you, we praise you God, we praise you God. ദൈവത്തിന്റെ പരിപാലനം ഓർത്ത് നന്ദി പറയാമോ? യാത്രകളിലൊക്കെ ദൈവം കൂടിയിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ നാനാ മേഖലകളിലും ദൈവത്തിന്റെ കരം നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്തു. എത്രയോ അപകടങ്ങൾ, അനർത്ഥങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ നാം കണ്ടു. എന്നാൽ അവിടെയെല്ലാം അനർത്ഥം വ്യസനകാരണമായി തീരാതെ വണ്ണം നമ്മെ തൻ്റെ തങ്ക ചിറകടിയിൽ കാത്തു സൂക്ഷിച്ച യേശു അപ്പച്ചന് ഒന്ന് ചേർന്ന് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം നമുക്ക് നൽകി തന്ന വിശ്വസ്തനായ കർത്താവിനെ, നമ്മെ സ്നേഹിച്ച, നമ്മെ വഴി നടത്തിയ നല്ല കർത്താവിനെ ഓ നന്ദിയോടെ Jesus, hallelujah. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാമവൻ മുൻപിലാധരവായി. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാമവൻ മുൻപിലാദരവായി. ഹല്ലേലൂയ, പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. ഹല്ലേലൂയ, പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. ആ നല്ല കർത്താവിനെ നമുക്കൊന്ന് ചേർന്ന് പാടാം. നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് യേശു കാൽവറിയിൽ തൻ്റെ ജീവനെ നൽകിക്കൊണ്ടാണ്. ഇത്ര ചെറുപ്രായത്തിലെ ആ രക്ഷയുടെ സന്തോഷത്തെ അറിയാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ആമേൻ. Oh, hallelujah. We come to your presence to praise you, God. Hey, hallelujah. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാവങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളഖിലവും നീക്കിടുന്നു. പാവങ്ങളാകവെ ക്ഷമിച്ചിടുന്നു, എൻ രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ.
പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, ഇടയനെ പോൽ നമ്മെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, ഇടയനെ പോൽ നമ്മെ തേടി വന്നു. പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ, സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്ത രക്തം നമുക്കേകിയതാൽ പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ. Come on, hallelujah. പരമപിതാവിനു. Give the best to the Lord. Hallelujah. കൂടുകളെ കൂടെ കൂടിയിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിയിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ നീലംബരിജായി നാം ഇതുവരെയും വീണുപോകാതെ. ചിറകുകൾ അതിന്മേൽ വഹിച്ചു നമ്മെ നീലംബരിജായി നാം നശിച്ചിടാതെ. പരമപിതാവിനു സ്തുതി. ഓ അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, അമ്മയെപ്പോ എന്നെ ഓമനിച്ചു. അപകടവേളയിൽ പാലിച്ചവൻ, അമ്മയെപ്പോൾ എന്നെ ഓമനിച്ചു. അപകടവേളയിൽ പാലിച്ചവൻ, ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ, പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിലാദരവാൻ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ നന്ദിയോടെ. പരമപിതാവിനു സ്തുതി പാടാം. അവനല്ലോ ജീവനെ. നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചവൻ, പാപങ്ങളാകം ക്ഷമിച്ചിടുന്നു. രോഗങ്ങളഖിലവും നീക്കിടുന്നു. പാപങ്ങളാകവെ ക്ഷമിച്ചിടുന്നു. എൻ രോഗങ്ങളഖിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ. ഹല്ലേലൂയ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ. ഓ പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവേ. പരമപിതാവിന് സ്തുതി പാടാം. അവനല്ലോ ജീവനെ നൽകിയവൻ. ഹല്ലേലൂയ. നമുക്കായി തൻ്റെ ജീവനെ നൽകി നമ്മെ സ്നേഹിച്ച നല്ല കർത്താവിനെ, ആമേൻ, ആ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് നൽകിയ ഈ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം നമ്മിൽ ഓരോ ദിവസവും അത് വർദ്ധിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ തീവ്രത, അതിൻ്റെ ആ ചൂട് ഒട്ടും കുറഞ്ഞു പോകാതെ അത് ഓരോ നിമിഷവും വർദ്ധിച്ചു വരട്ടെ. തിരുവചനം ഇങ്ങനെ പറയുന്നു, ലോകസ്നേഹം ദൈവത്തിന് ശത്രുത്വമാകുന്നു. അഥവാ ഈ ലോകത്തെ നാം സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് നാം അകന്നു പോവുകയാണ്. ഈ ലോകത്ത് ആർക്കും നൽകാൻ കഴിയാത്ത ഒരു നിർവ്യാജ സ്നേഹം,
കള്ളമില്ലാത്ത, ചതിക്കാത്ത സ്നേഹം, വഞ്ചിക്കാത്ത സ്നേഹം. അങ്ങനൊരു സ്നേഹം യേശു കർത്താവ് തൻ്റെ അടുക്കൽ വരുന്ന ഏവർക്കും സൗജന്യമായി നൽകുമ്പോൾ, നിങ്ങൾക്കറിയാം, ഈ ലോകത്തിൽ ആരും ആരെയും വെറുതെ സ്നേഹിക്കാറൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ സ്നേഹിക്കുന്നെങ്കിൽ അതിന് പിന്നിൽ അവരെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിൻ്റെ സന്നിധിയിൽ വരുന്ന നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ആ സ്നേഹത്തെ ഒരു നദി പോലെ ഒഴുക്കി തരുവാൻ ആ കർത്താവ് വിശ്വസ്തനാണ്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതെൻ്റെ സാക്ഷ്യമാണ്. ജീവിതത്തിൽ എൻ്റെ ഇന്നലകളെ കണ്ട് ഞാൻ ഒരിക്കലും ഉയരില്ല, ഞാൻ ഇനി ഒരിക്കലും മുൻപോട്ട് വരത്തില്ല എന്നൊക്കെ മനുഷ്യർ, എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും വിധി എഴുതിയ അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒരു പരിധിവരെ ഞാനും അങ്ങനെയൊക്കെ വിശ്വസിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഞാൻ പോലും അറിയാതെ എന്നെ നിങ്ങൾക്ക് അനുഗ്രഹമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി ഓർക്കുമ്പോൾ എനിക്ക് ഇന്ന് നിങ്ങൾക്ക് തരാൻ ഒരു ഉറപ്പുണ്ട്. മറ്റൊന്നുമല്ല, മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ കാണുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളതൊക്കെ നോക്കി, നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കി നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും, എന്നെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും എൻ്റെ ടീച്ചർമാർക്ക് പോലും ഇല്ലായിരുന്നു. എൻ്റെ കുടുംബത്തിലും അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നും ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് എന്നിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ ലോകത്തിൽ ആർക്കും പ്രതീക്ഷയില്ലെങ്കിലും എന്നെ നിർമ്മിച്ച എൻ്റെ ദൈവത്തിന് എന്നിൽ ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ ഉയരത്തില്ലെന്ന് പറഞ്ഞാലും, ഞാൻ തകർന്നു പോകുകയുള്ളൂ എന്ന് പറഞ്ഞാലും, എന്നെ ഉയർത്തുന്ന ആ വൻകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? നിങ്ങളുടെ ജീവിതത്തോട് ദൈവം സംസാരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നെങ്കിൽ, നിങ്ങളത് അനുഭവിക്കുന്നെങ്കിൽ, മറ്റൊന്നും നോക്കാതെ ആ കണ്ണുകളെ ഒന്ന് അടച്ച് ആ ഹൃദയങ്ങളെ ഒന്ന് തുറന്ന്, യേശുവപ്പാ, ഇതെൻ്റെ ജീവിതമാണ്, ഞാൻ വിശ്വസിക്കുന്നു തകർന്നുപോയ എന്നെ പണിതെടുക്കുവാൻ ഇനി അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ജീവിതം പോലും വെറുത്തുപോയ എന്നെ ഇനിയും മുൻപോട്ട് കൊണ്ടുവരുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങയ്ക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ പണിയുവാൻ അങ്ങ് വിശ്വസ്തനാണ്. എന്നെ വേണ്ട എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ അവർക്ക് എന്നെ അനുഗ്രഹമാക്കി തീർക്കുന്ന ആ ദൈവിക പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് എന്നോട് ചേർന്നൊന്ന് പറയുമോ? ഓ, എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എന്നാലും നീ എന്നെ കണ്ടതോ അതതിശയം, എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. യേശുവേ, നീ മാത്രം വളരണമെന്ന് നമ്മൾ പാടി. യോഹന്നാൻ യേശുവിനെ കാണുമ്പോൾ യോഹന്നാൻ പറയുന്ന വാക്കുകളാണത്. ഞാനോ കുറയണം, നീ വളരണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നമ്മിൽ യേശു വളരാൻ? നമ്മിൽ എങ്ങനെയാണ് യേശു വളരുന്നത്? യേശുവിൻ്റെ ഭാവങ്ങൾ നമ്മിൽ വരുമ്പോൾ ഒരുപക്ഷെ നമ്മെ കാണുന്നവർ, നമ്മോട് സംസാരിക്കുന്നവർ ചില നാളുകൾ കഴിയുമ്പോൾ അവർ പറഞ്ഞു തുടങ്ങും,
നിന്നോട് സംസാരിക്കുമ്പോൾ എന്തോ എനിക്കൊരു വലിയ ആശ്വാസം കിട്ടുന്നു, നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു വലിയ സമാധാനം കിട്ടുന്നു, നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു വലിയ ഹോപ്പ് എൻ്റെ ഉള്ളത്തിൽ ഉണ്ടാകുന്നു എന്നൊക്കെ നിങ്ങളോട് ചില നാളുകൾ കഴിയുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു തുടങ്ങും. അതെപ്പോഴാണെന്നറിയാമോ? നിങ്ങളിൽ യേശു വളരുമ്പോൾ. യേശു കർത്താവിൽ മറഞ്ഞു നിന്ന് ആ നല്ല കർത്താവിൻ്റെ സ്നേഹത്തെ ഈ ലോകത്ത് പ്രകാശിപ്പിക്കാൻ, പ്രദർശിപ്പിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് ചേർന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പണത്തോടെ നമുക്ക് ആ വരികളൊന്ന് പാടാമോ? ആമേൻ. ഓ ഹല്ലേലൂയ. ഞങ്ങളെ ഉപയോഗിക്കണേ യേശുവപ്പ. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളെ അനേകർക്ക് ആശ്വാസമാക്കി, ഞങ്ങളെ അനേകർക്ക് കർത്താവെ സന്തോഷമാക്കി, അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഒരിക്കൽ ഉടഞ്ഞുപോയ ഞങ്ങളെ അങ്ങ് ഒരിക്കൽ കൂടി വാർത്തെങ്കിൽ ഈ പാത്രങ്ങളാകുന്ന ഞങ്ങളിൽ അനേകരെ സന്തോഷിപ്പിക്കുവാനുള്ള ആ ആമേൻ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം ഞങ്ങളിൽ നിറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന യേശുവേ. ഓ എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ, എന്നാലും നീ എന്നെ കണ്ടതോ അതതിശയം. എന്നുണർവിൻ പുകഴ്ചയെല്ലാം നിനക്കൊരുവനു മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. ജീവിതത്തിലെ ചില പാകപ്പിഴകൾ കൊണ്ട് ഒരിക്കൽ തകർന്നു പോയവരാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. തെറ്റുകൾ വന്നിട്ടുള്ളവരാണ്, പാപങ്ങൾ ചെയ്തവരാണ്. എന്നാൽ നമ്മെ ഉപേക്ഷിക്കാൻ നമ്മുടെ കർത്താവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തകർന്ന് ചിതറിക്കിടന്ന കഷണങ്ങളായിരുന്ന നമ്മെ അവൻ സ്നേഹത്തോടെ കരങ്ങളിൽ എടുത്ത് തൻ്റെ സ്നേഹത്തിൽ വീണ്ടും അവൻ നമ്മെ പണിതുയർത്തിയില്ലേ? എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അല്ലേ? യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ, യേശു കർത്താവ് നമ്മോട് ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ അവന്റെ സന്നിധിയിൽ ഇങ്ങനെ നമുക്ക് നിൽക്കാൻ കഴിയുമായിരുന്നു? എന്നാൽ ആ കൃപയോർത്ത് നന്ദിയോടെ പാടുമോ? ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു, ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. കുശവനെ നിൻ കരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ, വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. കുശവനെ നിൻ കരം നീട്ടി എന്നെ മെനഞ്ഞല്ലോ, വീണുപോയ ഇടങ്ങളിലെല്ലാം എൻ തലയെ ഉയർത്തിയേ. Come on. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം,
നീ മാത്രം യേശുവേ, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം, നീ മാത്രം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന, യേശുവിനാരാധന ആരാധന ആരാധന ആരാധന, തുല്യം ചൊല്ലാൻ ആരും. ഒന്ന് ചേർന്ന് പാടിക്കേ. അങ്ങേ യേശുവേ തുല്യം ചൊല്ലാൻ. ആ യേശു കർത്താവിനെ ഒത്തിരി ഇഷ്ടമുള്ളവരൊന്ന് പാടിക്കേ. അങ്ങേ പോലെ യേശുവേ ഒന്ന് പാടിക്കേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന, എന്റെ യേശുവിന് ആരാധന 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 ആരാധന, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ആമേൻ ആമേൻ ഹല്ലേലൂയ. എൻ്റെ ജീവനേക്കാൾ യേശുവേ നീ വലിയതാണെന്നൊക്കെ നമ്മൾ പാടുമ്പോൾ സത്യമായിട്ടും ഹൃദയത്തോടൊന്ന് ചോദിച്ചേ, അങ്ങനെ തന്നെയാണോ എന്ന്. ഞാനിത് നിങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? യേശുവിനെ ജീവന് തുല്യമൊക്കെ സ്നേഹിക്കുന്നവരെ ഈ ലോകം മറന്നാലും യേശു മറക്കത്തില്ല കേട്ടോ. കാരണം പണ്ട് നമ്മുടെയൊക്കെ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ, ഒരു യുവാവ് ദൈവത്തെ പാടി. തൻ്റെ ഒഴിവ് സമയങ്ങളിലെല്ലാം താൻ ദൈവത്തെ പാടി. ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒത്തിരി മറുപടികൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും അതവിടെ നിൽക്കട്ടെ. എന്നാൽ ഈ മനുഷ്യൻ സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം കർത്താവിന് പാട്ട് പാടിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിനൊരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അദ്ദേഹം ചെയ്യുമ്പോൾ തന്നെ അതിനിടയിലെല്ലാം ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. നമ്മിൽ ചിലരൊക്കെ പറയത്തില്ലേ, നമ്മുടെ ഹോബി, ചിലർക്ക് ഡ്രോയിങ് ഹോബിയാണ്, ചിലർക്ക് എന്താ പറയുന്നത് റൈഡിങ് ആയിരിക്കും ചിലർക്ക് ഹോബി.
പക്ഷെ അദ്ദേഹത്തിൻ്റെ ഹോബി എപ്പോൾ ടൈം കിട്ടിയാലും അദ്ദേഹം കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. ഹി ലവ് ടു സിംഗ്. എന്താ അദ്ദേഹത്തിൽ ലാസ്റ്റ് സംഭവിച്ചതെന്നറിയാമോ? പാടിക്കൊണ്ടിരുന്ന സമയത്തൊന്നും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. കാര്യം പുള്ളിക്കാരൻ്റെ വീട്ടിൽ പുള്ളിക്കാരൻ്റെ എൽഡർ ബ്രദേഴ്സ് ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഏറ്റവും ഇളയതായിരുന്നുകൊണ്ട് ഇദ്ദേഹത്തെ ആരും അങ്ങനെ പുള്ളിയെ എണ്ണിയൊന്നുമില്ല, അങ്ങനെ ആരും മൈൻഡ് ചെയ്തൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അത് പുറത്ത് കാണിക്കേണ്ട സമയമായപ്പോൾ ആ മനുഷ്യനും ദൈവവും ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അദ്ദേഹം പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ ദൈവം അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു ആ മനുഷ്യൻ്റെ പാട്ട് കേൾക്കാൻ. പക്ഷേ അദ്ദേഹത്തെ പരസ്യമായി ഓണർ ചെയ്യേണ്ട സമയം വന്നപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവരെ, ദൈവത്തെ പാടുന്നവരെ ചിലർ പറയും, എനിക്ക് പാടാൻ അത്ര ശബ്ദം ഒന്നുമില്ല, അങ്ങനെ പാടാൻ പിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. ഇതൊന്നും വിഷയമല്ല ദൈവത്തെ പാടി സ്തുതിക്കാൻ. ഇതൊന്നും കാരണമല്ല എക്സ്ക്യൂസസിന്. പക്ഷേ നിങ്ങൾ കർത്താവിനെ പാടി സ്തുതിക്കുന്നെങ്കിൽ, കർത്താവിനോട് നിങ്ങൾ സംസാരിക്കുന്നവരാണെങ്കിൽ, ഞാൻ ഒരു കാര്യം പറയുന്നു, നിങ്ങളെ പരസ്യമായി ദൈവം ഓണർ ചെയ്യും. ദൈവം നിങ്ങളെ മറക്കത്തില്ല. നിങ്ങൾ പോലും മറന്നുപോയ നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തോട് നിങ്ങൾ പറഞ്ഞ ചില ആഗ്രഹങ്ങൾ, ഇപ്പം ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രെയർ ലിസ്റ്റിൽ അത് കാണത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ദൈവം നിങ്ങളെ മറക്കത്തില്ല. നിങ്ങളെ ഓണർ ചെയ്യേണ്ട സമയമാകുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ യേശുവിനെ എൻ്റെ ജീവനേക്കാൾ വലുതാണെന്ന് ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങളുടെ റൂമിൽ ഇരുന്ന് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്കും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളെയും ലോകത്തിന്റെ നെറുകയിൽ അവൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. ഡെഫിനറ്റ്ലി ഹി വിൽ ഓണർ ദോസ് പീപ്പിൾ ഹു വർഷിപ്പ് ഹിം. അവനെ ആരാധിക്കുന്നവരെ അവൻ മാനിക്കുന്ന ദൈവമാണ്. അവൻ അവരെ മറന്നു കളയുന്ന ദൈവമല്ല. ഇതെല്ലാം ആ കർത്താവിനോടുള്ള സ്നേഹത്തിലാണ്. ആ സ്നേഹത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാനും പാട്ട് പാടാനും പാട്ട് കേൾക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയാൽ യു വിൽ എൻജോയ് യുവർ ലൈഫ്. നിങ്ങൾക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു റിഗ്രറ്റും കാണത്തില്ല തിരിഞ്ഞു നോക്കുമ്പോൾ. ആമേൻ. അതിനായി ചിലരെയെങ്കിലും പരിശുദ്ധാത്മാവ് അതിനായി ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ ദൈവം ഉത്സാഹിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? വാട്ട് വാസ് ദ ഫസ്റ്റ് വേഴ്സ്? നിങ്ങൾ ആദ്യമായിട്ട് കാണാതെ പഠിച്ച വാക്യം ഏതാണ്? നിങ്ങളെ നിങ്ങളുടെ പപ്പായും മമ്മിയും അല്ലെ നിങ്ങളുടെ വലിയപ്പച്ചനും വലിയമ്മച്ചിയും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ച ഒരു വാക്യം. ഡെഫിനറ്റ്ലി ഐ ബിലീവ് 23-ാം സങ്കീർത്തനം 1-ാം വാക്യമായിരിക്കും മിക്കവരും പഠിച്ചിരിക്കുന്നത്. ഞാനും പഠിച്ചത് ആ വാക്യം തന്നെ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഇതാണ് നമ്മളെല്ലാവരും വർത്താനം പറയാൻ പഠിച്ചപ്പം നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച വാക്യം. The Lord is my shepherd, I shall not be in want. So നമ്മളിതൊക്കെ പഠിച്ചെങ്കിലും പല സമയത്തും ഇതിൻ്റെ ശക്തി എന്നാണെന്ന് നമുക്കറിയത്തില്ല. ഇടയനില്ലാത്ത ആടുകൾക്ക് എപ്പോഴും ഭയമുണ്ട്. കാര്യം എപ്പോൾ വേണമെങ്കിലും ശത്രു മൃഗങ്ങൾ അവരെ ആക്രമിക്കാം. പക്ഷേ ഇടയൻ കൂടെയുള്ള ആടുകൾക്ക് പേടിയില്ല. അവർക്ക് നാളെക്കുറിച്ചുള്ള ചിന്തകളില്ല. ബിക്കോസ് അതെല്ലാം ഇടയൻ്റെ കടമയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നാളെക്കുറിച്ചുള്ള വിഷയങ്ങൾ, നിങ്ങളുടെ ഭാവികൾ, ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന നാളെ എന്ത് ചെയ്യും, നാളെ ആ കാര്യങ്ങൾ ആ വറീസ് എല്ലാം നല്ല ഇടയനായ യേശുപ്പയുടെ കരങ്ങളിലേക്ക് ഒന്ന് കൊടുത്തേച്ച് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇന്നൊന്ന് ചേർന്ന് സന്തോഷത്തോടെ ഒന്ന് പാടാൻ കഴിയും? ആമേൻ. ഹല്ലേലൂയ. ആർ യു ഓൾ റെഡി? കം ഓൺ. കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. സോ ഹിയർ വി ആർ ഗോയിങ് ടു ഡിക്ലെയർ. നമ്മുടെ കർത്താവ് നമുക്ക് ആരാണെന്ന് നമ്മളൊന്ന് ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. നമ്മൾ വെറുതെ പാടി വിടുവല്ല, നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യുന്നോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവാണ്. ആർ യു ഓൾ റെഡി? ആമേൻ. യേശുയാഹെന്റെ ഇടയനാകുന്നു, യേശുയാഹെന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല.
കിട്ടിയോ? ഒന്ന് പാടാമോ? യേശുയാഹന്റെ ഇടയനാകുന്നു. യെസ്, കം ഓൺ. യേശുയാഹന്റെ ഇടയനാകുന്നു. വൺ മോർ ടൈം. യേശുയാഹന്റെ ഇടയനാകുന്നു. അതുകൊണ്ട് എന്നെ പ്രയോജനം, എനിക്ക് മുട്ടുണ്ടാകയില്ല. കേട്ടില്ല? ഓർക്കെ പറഞ്ഞേ, എനിക്ക് മുട്ടുണ്ടാകയില്ല. Are you all ready? Come on, clap your hands and sing. Praise God. Come on, എല്ലാവരും കഴിയുമെങ്കിൽ ഒന്ന് നൃത്തം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Come on, it's a time to celebrate our Lord and Savior Jesus. യേശുയാഹന്റെ ഇടയനാകുന്നു. യേശുയാഹന്റെ ഇടയനാകുന്നു. One more time. യേശുയാഹന്റെ ഇടയനാകുന്നു. യേശുയാഹന്റെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാകയില്ല. Come on. എനിക്ക് മുട്ടുണ്ടാകയില്ല. യേശുയാഹന്റെ ഇടയനാകുന്നു. യേശുയാഹന്റെ ഇടയനാകുന്നു. Come on. യേശുയാഹന്റെ പാടിക്കേ. യേശുയാഹന്റെ ഇടയനാകുന്നു. അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകയില്ല. Come on. എനിക്ക് മുട്ടുണ്ടാകയില്ല. ഉറക്കെ പറഞ്ഞേ, എനിക്ക് മുട്ടുണ്ടാകയില്ല. യേശുവപ്പ എന്റെ ഇടയനാ, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഓ ഓ തരരം തരരം തരാരേ നരന നരന നരനേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ മെച്ചമാം മേച്ചിലും സ്വസ്ഥമാം വെള്ളവും നിത്യമായേകിടും. പച്ചയായ പുൽപ്പുറങ്ങളിൽ മെച്ചമാം മേച്ചിലും സ്വച്ഛമാം വെള്ളവും നിത്യമായി. പച്ചയായ പുൽപ്പുറങ്ങളിൽ മെച്ചമാം മേച്ചിലും സ്വസ്ഥമാം വെള്ളവും നിത്യമായേകിടും. അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകയില്ല. എനിക്ക് മുട്ടുണ്ടാകയില്ല. He cares for you. എനിക്ക് മുട്ടുണ്ടാകയില്ല. യേശു എനിക്കായി കരുതുന്നു. എനിക്ക് മുട്ടുണ്ടാകയില്ല. കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയിൽ കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Come on. അത് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഇരുളിലും മൃതിയിലും ഞാൻ നടന്നാലും യേശുവൻ കൂടെയാ, എനിക്കില്ല ഭയമിനി. ഇരുളിലും മൃതിയിലും ഞാൻ നടന്നാലും യേശുവൻ കൂടെയാ. ഉറപ്പോടെ പാടിക്കേ. ഇരുളിലും മൃതിയിലും ഞാൻ നടന്നാലും യേശുവൻ കൂടെയാ, എനിക്കില്ല ഭയമിനി. ഇരുളിലും മൃതിയിലും ഞാൻ ആരുമില്ലാലും യേശുവൻ കൂടെയാ, എനിക്കില്ല ഭയമിനി. എനിക്ക് മുട്ടുണ്ടാകയില്ല. എനിക്ക് മുട്ടുണ്ടാകയില്ല. Louder please. എനിക്ക് മുട്ടുണ്ടാകയില്ല. എനിക്ക് മുട്ടുണ്ടാകയില്ല. തിരുവചനം പറയുന്നു, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, പ്രായമുള്ളവർ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നന്മയും കരുണയും എന്റെ നിങ്ങളുടെ പുറകെ വരാൻ ദൈവം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ പുറകെ പോകരുത്. ലൈഫ് വേസ്റ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ മുൻപേ നടക്കുക. നിങ്ങൾക്ക് മുൻപേ പോകുന്നവന്റെ പാദങ്ങൾ നിങ്ങൾ പിന്തുടരുക. നന്മയും കരുണയും നിങ്ങളെ പിന്തുടരും. യെസ്, കം ഓൺ. സന്തോഷത്തോടെ കം ഓൺ. നന്മയും കരുണയും എന്റെ ആയുസ്സിൽ അന്ത്യത്തോളം എന്നെ പിന്തുടർന്നിടുമേ. നന്മയും കരുണയും എന്റെ ആയുസ്സിൽ
അന്ത്യത്തോളം എന്നെ പിന്തുടർന്നിടുമേ. പറഞ്ഞ് നന്മയും കരുണയും എൻ്റെ ആയുസ്സിൽ അന്ത്യത്തോളം എന്നെ പിന്തുടർന്നിടും. One more time. നന്മയും കരുണയും എൻ്റെ ആയുസ്സിൽ അന്ത്യത്തോളം എന്നെ. അതുകൊണ്ട് don't worry, come on sing. എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല. Yes, come on. എനിക്ക് മുട്ടുണ്ടാകയില്ല. Trust him, trust him. ഓ എനിക്ക് മുട്ടുണ്ടാകയില്ല. Because യേശു യാഗന്റെ ഇടയനാകുന്നു, യേശു യാഗന്റെ ഇടയനാകുന്നു. യേശു യാഗന്റെ ഇടയനാകുന്നു, യേശു യാഗന്റെ ഇടയനാകുന്നു. Come on, sing it. എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഓ ജീസസ്. ആ കരങ്ങളെ ഒന്ന് തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. Come on, clap your hands and praise God. ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ജസ്റ്റ് പാടി സന്തോഷിച്ചു പോകാനുള്ള ഒരു പാട്ടല്ല. I thank God for this song. ഇതൊരു ഡിക്ലറേഷനാണ്. ഇത് വിശ്വാസത്തിൽ ഇന്ന് നിങ്ങൾ പറഞ്ഞാൽ I assure you things will change. നിങ്ങൾ വിശ്വസിക്കുക. ഇത് വിശ്വാസത്തോടെ ഈ വാക്കുകൾ പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും പ്രയാസത്തിലൂടെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നതായിരിക്കാം. ഒരു മനുഷ്യനും നിങ്ങളെ സഹായിക്കാൻ തോന്നിയെന്ന് വരത്തില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ദൈവം പറഞ്ഞാൽ, അത് രാജാവാണെങ്കിൽ പോലും he has to come to meet you. ദൈവം രാജാവിനോടാ പറഞ്ഞതെങ്കിൽ പോലും, രാജാവാണെങ്കിൽ പോലും അദ്ദേഹം നിന്നെ വന്ന് കാണാൻ അദ്ദേഹം വന്നേ മതിയാകൂ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? അങ്ങനെയെങ്കിൽ വിശ്വസിച്ചേ, നിനക്ക് വേണ്ടി ഒരു നന്മ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് നിന്റെ കരങ്ങളിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് അതെത്തും. വിശ്വസിച്ചേ. വീട്ടിലത്തെ അവസ്ഥകൾ, ഒരുപക്ഷെ മാതാപിതാക്കളുടെ അവസ്ഥകൾ വളരെ ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ പഠനത്തിന് പോലും അവർ വളരെ കഷ്ടപ്പെട്ടായിരിക്കാം അതിനുള്ള പൈസ അവർ സമ്പാദിക്കുന്നത്. ദയവായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. കാര്യം ഇത്രത്തോളം നിങ്ങളെ വളർത്തുവാൻ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷെ നിങ്ങൾ കണ്ടു കാണത്തില്ല. അവരെ കുറ്റപ്പെടുത്തരുത്. മറിച്ച് ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ പേരൻസ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർക്കൊന്ന് ചെന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, യേശു അപ്പം നമ്മുടെ കൂടെയുണ്ട്, യേശു അപ്പം നമ്മുടെ ഇടയനാണ്, അതുകൊണ്ട് നമുക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. നിങ്ങളുടെ ഓരോ പുതിയ പുതിയ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് നൽകുവാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. അവർ വേദനിക്കുന്നുണ്ടാവും. പക്ഷെ അവരെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ പരിഭവപ്പെടരുത്. കാരണം നിങ്ങളെ ശ്രേഷ്ഠമായി നടത്താൻ ഒരു യേശുവപ്പ നിങ്ങൾക്കുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം എൻ്റെ കൂടെ ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കമോൺ. അങ്ങനെയെങ്കിൽ ഒന്ന് പറഞ്ഞേ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. വിശ്വസിച്ചുകൊണ്ട് പറ, ആമേൻ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആയുസ് മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടിയുള്ളതാണ്. എത്ര പേർ പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ എവിടെ പോയാലും എൻ്റെ ദൈവത്തെ ഞാൻ ഉയർത്തും. എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ കൊടുക്കും. ആമേൻ. ഒന്ന് പറഞ്ഞേ. ഇപ്പം നിങ്ങൾ ആത്മാവിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തൊക്കെ നിങ്ങൾക്ക് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെ ഡിക്ലെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഒന്ന് പറഞ്ഞേ. ആ ദൈവ സാന്നിധ്യത്തിൽ ഒന്ന് പറഞ്ഞേ. കമോൺ. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് വിചാരമുള്ളൊരു ദൈവം നിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. വിശ്വസിച്ചേ. എന്റെ വിഷയം ആരേറ്റെടുക്കുമെന്നല്ലേ നിന്റെ ചോദ്യം. ഇന്നാ നിന്റെ മറുപടി, നിന്നെ നിർമ്മിച്ച ദൈവം തന്നെ നിന്റെ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. Come on, have faith in God. Have faith in God. He is enough. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവം മതിയായവൻ. പറഞ്ഞു, എൻ്റെ ദൈവം മതിയായവൻ. ഇനി പിറുപിറുക്കരുത്, ഇനി നെഗറ്റീവ്സ് പറയരുത്, ഇതൊന്നും പറ്റത്തില്ലെന്ന് പറയരുത്. പറ്റത്തില്ലെന്ന് പറയാൻ തോന്നുമ്പോഴൊക്കെ എൻ്റെ ദൈവത്താൽ അത് നടക്കുമെന്നൊന്ന് പറഞ്ഞ് ശീലിച്ചു തുടങ്ങി.
നമ്മുടെ നാക്കൊക്കെ പ്രത്യേക രീതി ട്രെയിൻ ചെയ്തേക്കുക. എന്ത് വന്നാലും നെഗറ്റീവ്സേ വരത്തുള്ളൂ. പക്ഷേ ഒന്ന് ആ നാക്കിനെയൊക്കെ ഒന്ന് നമ്മുടെ കൺട്രോളിലോട്ടൊന്ന് ആക്കിക്കേ. എന്നിട്ട് പറഞ്ഞേ, ഇല്ല, ഇനി അങ്ങനെ പറയത്തില്ല. എൻ്റെ ദൈവത്താൽ സകലവും സാധ്യം. എൻ്റെ കൂടെയുള്ള ഒരു യേശുവപ്പ ഉണ്ട്. അവൻ എനിക്കായി അത്ഭുതങ്ങൾ ചെയ്യും. അവൻ എന്നെ വഴി നടത്തും. Come on, come on, come on. നാം ഇതിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് നാം വരികയാണ്. ഈ കർത്താവിനോട് അടുക്കും തോറും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങളിൽ വരുന്ന മാറ്റം ഈ ലോകത്തെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തലത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ വരും. കർത്താവിനോട് അടുക്കും തോറും നിങ്ങൾ അവനെ പോലെ ആയിത്തീരും. അവൻ്റെ സ്വഭാവമുള്ളവരായിത്തീരും. എല്ലാ അധികാരവുമുള്ള യേശു കാൽവറിയിൽ ക്രൂശിക്കപ്പെടുന്നതിന് മുൻപ് ഗെത്സമനിയിലെ യേശുവിൻ്റെ പ്രാർത്ഥന നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് വായിക്കണം. ആ ഗെത്സമനിയിലെ പ്രാർത്ഥനയിൽ ലോകത്തിൻ്റെ പാപം, എൻ്റെയും നിങ്ങളുടെയും എല്ലാം പാപം യേശുവിൻ്റെ മേൽ പിതാവ് ചുമത്തുമ്പോൾ, പാപം അറിയാത്തവനെ നമ്മോടുള്ള സ്നേഹത്തിന് നമുക്ക് പ്രായശ്ചിത്തമായി അവൻ പാപമാക്കി. ആ പാപത്തെ മുഴുവൻ യേശുവിൻ്റെ ചുമലിൽ വെക്കുമ്പോൾ യേശു വേദനയോടെ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണം. എന്നാൽ അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ എന്തിനാണ് അയച്ചതെന്ന നല്ല ബോധ്യമുള്ള പുത്രനായ യേശു തൻ്റെ പിതാവിനോട് പറയുന്നു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവസന്നിധിയിൽ there are no many options. പലപ്പോഴും ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പം നമ്മൾ ഓരോ ഉപവാസത്തിലും പ്രാർത്ഥനയിലും നമ്മൾ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി എന്ന് കാണും. അത് നമുക്കിഷ്ടമുള്ള ഒരെണ്ണം ടിക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത്. നോ, ദൈവിക ഹിതം എന്ന് പറയുന്നത് ഒറ്റ ഒരു ഹിതമുള്ളൂ, ഒരു കാര്യമേ ഉള്ളൂ. there are no many options. അതുകൊണ്ട് നിങ്ങൾ ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ പദ്ധതികളെ നിങ്ങൾ മാറ്റിവെക്കുക. യു ഹാവ് ടു സേ നോ ടു യുവർ പ്ലാൻസ് ആൻഡ് യു ഹാവ് ടു സേ യെസ് ടു ഗോഡ്സ് പ്ലാൻ. നിങ്ങൾ നിങ്ങളുടെ പ്ലാനുകളോട് നോ പറയുക, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് നിങ്ങൾ യെസ് പറയുക. ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കൊക്കെ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ ഒരു നിമിഷം കൊണ്ട് തച്ചുടച്ച് ദൈവത്തിൻ്റെ സ്വപ്നം അതെന്താണെന്ന് പോലും നമുക്കറിയത്തില്ല, അല്ലേ? ദൈവത്തിൻ്റെ പദ്ധതിയുടെ പ്രത്യേകത എന്നാണെന്നറിയാമോ? ദൈവം എന്നാ നമ്മളെ ആക്കാൻ പോകുന്നതെന്ന് ദൈവം പറയത്തില്ല. ഭയങ്കര സസ്പെൻസ്. ഇതുപോലെ ജീവിതത്തിൽ സസ്പെൻസ് തരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഫുൾ സസ്പെൻസ്. നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ മാത്രമേ, നമ്മൾ അതിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമേ അതിൻ്റെ വലിപ്പം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയൂ. ബട്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്തെ മുഴുവൻ ഇത്ര നന്നായി ഡിസൈൻ ചെയ്ത ദൈവം, ഈ ലോകത്തെ മുഴുവൻ, ഈ ഭൂമിയെ മുഴുവൻ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവം, അവന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതികളുണ്ട്. വിശ്വസിച്ച് യേശു കർത്താവിന് എന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെയെങ്കിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, അപ്പൻ്റെ ഹിതം എന്നാണ്, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടം കർത്താവേ, പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ഇഷ്ടം അങ്ങേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, എനിക്ക് വിശ്വസിക്കുന്നവർ മാത്രമല്ല, അങ്ങനെ തോന്നുന്നവരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എന്നോടൊന്ന് ചേർന്ന് പറയും, അപ്പാ നിന്റെ ഇഷ്ടം, നിന്റെ ഹിതം എന്നിൽ എന്നും നിറവേറട്ടെ, നിന്റെ ഹിതം എന്നിൽ എന്നും നിറവേറട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ ജീസസ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? കഴിയുമെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിലായിരിക്കാം, ലിവിംഗ് റൂമിലായിരിക്കാം, പുറത്തായിരിക്കാം, പക്ഷെ ദൈവ സാന്നിധ്യത്തിലാണ് നിങ്ങൾ. അത് മനസ്സിലാക്കിക്കേ. കഴിയുമെങ്കിൽ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചു. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ, നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ
എന്നിൽ പൂർണ്ണമാകട്ടെ. നിൻഹിതമെന്നിലെന്നും നിറവേറട്ടെ. നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും അപ്പനോട് ആ സഹായം, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നെന്നും, പാടിയിടും നിൻ നന്മകളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നെന്നും, പാടിയിടും ഞാൻ നിൻ നന്മകളെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ രഹസ്യങ്ങളും അവൻ അറിയുന്നു. ഈ ലോകത്തിൽ നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ അതും അവൻ അറിയുന്നു. എന്നാൽ ഇതൊക്കെ നിൽക്കുമ്പോഴും എൻ്റെ യേശു കർത്താവിന് എന്നോട് സ്നേഹമാണെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വാട്ട് എ ലവ് ഇറ്റ് ഈസ്. എൻ്റെ കുറവുകളും എൻ്റെ തെറ്റുകളും ഞാൻ ഇത്രയ്ക്ക് നീചനാണെന്ന് അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ എൻ്റെ യേശു കർത്താവിൻ്റെ ഹൃദയം എന്താണ് മനസ്സിലാകുന്നോ? അങ്ങനെയെങ്കിൽ നമ്മെ ഇത്രത്തോളം അറിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നാം വന്നിരിക്കുമ്പോൾ നമ്മുടെ ആ ചുറ്റിനും നമ്മൾ വെച്ചിരിക്കുന്ന ആ എന്താ പറയുന്നത്, ആ സുരക്ഷയുടെ വേലികളൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ആരാണോ അങ്ങനെ തന്നെ നമ്മളെ സ്വീകരിക്കാൻ താല്പര്യമുള്ള കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്നോടി വന്ന് അവനോട് സ്നേഹം ഏറ്റുപറയുമോ? അവനോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ ഒന്ന് പ്രദർശിപ്പിക്കുമോ? We love you Jesus. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജ്യേ നിന്ന്. അപ്പാ എന്നു വിളിക്കുവാൻ യോഗ്യനല്ല ഞാനൊരിക്കലും. പാപം എന്നിൽ പെരുകി അന്യനായി നിൻ രാജ്യേ നിന്ന്. എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉമ്മ തന്നണച്ചു നീ, നന്മകൾ വർഷിപ്പിച്ചു. എന്നിട്ടും എന്നെ സ്നേഹിച്ചവനെ, എന്നിട്ടും സ്നേഹിച്ചു നീ, എന്നിട്ടും മാനിച്ചു നീ. ഉമ്മ തന്നണച്ചു നീ,
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ കരങ്ങളെ ഒന്ന് വീശി നന്ദിയോടെ നാഥനെ ആരാധിക്കും ഞാൻ എന്നെന്നും. പാടിയിടും ഞാൻ നിൻ നന്മകളെ. വീണു ഞാൻ പല തവണയായി, ഓടി ഞാൻ നിൻ പാതെ വിട്ട്, പോയി ഞാൻ നിൻ സന്നിധി നിന്ന് മാറി ഞാൻ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി പാടിക്കേ. യേശു ഉണ്ട് ഇവിടെ. വീണു ഞാൻ പല തവണയായി, ഓടി ഞാൻ നിൻ പാതെ വിട്ട്, പോയി ഞാൻ നിൻ സന്നിധി നിന്ന് മാറി ഞാൻ നിൻ ചാരെ നിന്ന്. നിൻ സ്നേഹം മാറിയില്ല, നീ എന്നെ തള്ളിയില്ല, നിൻ മുഖം മറച്ചതില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. ഒരിക്കൽ കൂടി പാടാൻ കഴിയുമോ? നിൻ സ്നേഹം, നിൻ സ്നേഹം മാറിയില്ല. യേശുവേ, നീ എന്നെ തള്ളിയില്ല, നീ എന്നെ തള്ളിയില്ല, നിൻ മുഖം മറച്ചതില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, hallelujah. He loves you, he loves you, Jesus loves you. Hallelujah, 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 hallelujah. ആരാധിക്കും, ആരാധിക്കും ഞാൻ എന്നെന്നും. പാടിയിടും ഞാൻ നിൻ നന്മകളെ. ആരാധിക്കും ഞാൻ എന്നെന്നും. പാടിയിടും ഞാൻ നിൻ നന്മകളെ. നീരനക്ക് പോതും, നീരനക്ക് പോതും, നീരനക്ക് പോതും, നീരനക്ക് പോതും. യേശുവേ, 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 യേശുവേ. ഒന്ന് ചേർന്ന് പാടുമോ? യേശുവേ, 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 യേശുവേ. യേശുവപ്പ, പലപ്പോഴും അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോലും കടന്നു വരാൻ കഴിയാത്തത് ഞങ്ങൾ ചെയ്ത തെറ്റുകളെയൊക്കെ ഓർക്കുമ്പോൾ പലപ്പോഴും അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വരുവാൻ പേടിയാണ്. അങ്ങയുടെ മുഖത്തോട്ട് നോക്കുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് ഭയമാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ അങ്ങയുടെ മുൻപിൽ ഒരു തുറന്ന പുസ്തകം പോലെ കിടക്കുമ്പോഴും അങ്ങേക്ക് ഞങ്ങളെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ, അങ്ങേക്ക് ഞങ്ങളെ വേണമെന്ന് പറയുമ്പോൾ, അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് കേൾക്കുമ്പോൾ, ഇന്നും ഞങ്ങളെ അങ്ങേക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കർത്താവേ
അകന്നു നിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരികയാണ് യേശുവപ്പ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരികയാ. ഞങ്ങൾ അങ്ങേ കർത്താവേ, ഞങ്ങൾ അങ്ങേ ചേർത്ത് പിടിച്ച് ഞങ്ങൾ കരയുകയാപ്പാ. ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തിനായി, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ അങ്ങയുടെ സ്നേഹത്താൽ പൊതിഞ്ഞ്, ഞങ്ങളുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞ് ഞങ്ങളെ വിശുദ്ധരാക്കി തീർത്ത അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളൊരു മാതൃകയായി തീരുവാൻ കർത്താവെ, എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല കർത്താവെ, ഞങ്ങളെ അവർ കാണുമ്പോൾ അവർ ഞങ്ങളിൽ യേശുവിനെ കാണുവാൻ, ഈ ലോകത്തിൽ അവരുടെ ജീവിതം ലക്ഷ്യമില്ലാത്തത് നാശത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരിൽ കുറച്ചുപേരെയെങ്കിലും ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, നിത്യതയിലേക്ക് വഴിതിരിച്ചു വിടുവാൻ അങ്ങ് ഞങ്ങളെ ഉപയോഗിക്കണം യേശുവപ്പ. പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അന്ത്യത്തോളം അങ്ങയുടെ നന്മകളെ പാടാൻ, അങ്ങയെ സ്തുതിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങളത് പറയുന്നു. നിൻഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാകട്ടെ. നിൻഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങൾ എന്നിൽ പൂർണ്ണമാകട്ടെ. അതിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. സകലമാന മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.